നേഷൻ ഫസ്റ്റിൽ ഇന്ന് നമ്മോടൊപ്പം അതിഥിയായിട്ടുള്ളത് കേംബ്രിഡ്ജ് മുൻ മേയറായ അഡ്വക്കേറ്റ് ബൈജു തെട്ടാലെയാണ്. നമസ്കാരം. നമസ്കാരം. ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് വി ഡി സതീശൻ സർക്കാർ നിയമസഭയിൽ ധവളപത്രം പുറത്തിറക്കി. അതിൻ പ്രകാരം നേരത്തെ കെ എൻ ബാലഗോപാൽ അവകാശപ്പെട്ടതുപോലെ ഖജനാവിൽ 4000-ഓ 5000-ഓ കോടി രൂപ ഉണ്ടെങ്കിൽ പോലും കേരളത്തിന്റെ കടബാധ്യത എന്ന് പറയുന്നത് 5.07 ലക്ഷം കോടി രൂപയാണ്. അപ്പോൾ ഇത്രയധികം കടമുള്ള സ്ഥിതിക്ക് ഇപ്പോൾ വരവിന്റെ 77% ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളുമായി പോകുന്ന സ്ഥിതിക്ക് എങ്ങനെയാണ് കേരളത്തിന് വികസനം എന്നൊരു നയത്തിലേക്ക് എത്താൻ സാധിക്കുക? ഇതെങ്ങനെയാണ് മറികടക്കാൻ സാധിക്കുക? ഞാൻ ഇപ്പൊ ഇത് രാവിലെ ആയിട്ട് വന്നപ്പോഴേ ഞാൻ കണ്ട ന്യൂസ് അതാണ്. അത് ശരിക്കും പറഞ്ഞാൽ വല്ലാതെ അലാമിംഗ് ആണ്. അതായത് വികസനം പോട്ടെ, വികസനം അവിടെയാണ് ഇത് സർവൈവൽ എങ്ങനെയാകും എന്നുള്ളതാണ് ആദ്യത്തെ കൺസേൺ. വികസനം അവിടെ നിൽക്കട്ടെ, ഈ അവിടുത്തെ ജനങ്ങളുടെ ഈ ഡേ ടു ഡേ അഫയേഴ്സ് കംപ്ലൈന്റ് ചെയ്യണമല്ലോ. അതെങ്ങനെ അഡ്രസ് ചെയ്യപ്പെടും എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഗുരുതരമായ കൺസേൺ ഉണ്ട്. നമ്മളത് ഈ ബ്രിട്ടനിൽ ഈ ബ്രെക്സിറ്റും കോവിഡും കൂടെ ഒന്നിച്ചു വന്നപ്പോൾ ഉണ്ടായ ഒരു അവസ്ഥയുണ്ട്. ആ അവസ്ഥയ്ക്ക് സമാനമായ ഒരു അവസ്ഥയായിട്ട് ഞാനതിനെ കാണുന്നത്. കാരണം എന്ത് ചെയ്യണം എന്നറിയാൻ മേലാതെ ശരിക്കും ഈ പോസ്റ്റ് കോവിഡിന് ശേഷം ഈ ബ്രെക്സിറ്റും പോസ്റ്റ് കോവിഡും കഴിഞ്ഞ് ബ്രിട്ടൻ ഇതുവരെ അതിൽ നിന്നും റിക്കവർ ചെയ്തിട്ടില്ല. ഇതുവരെ ഇപ്പൊ ഇപ്പോഴത്തെ നിങ്ങൾ റീസെന്റ് ബ്രിട്ടീഷ് പൊളിറ്റിക്കൽ ഈ ഡയലോഗ് ഡിസ്കോഴ്സ് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും, ഇപ്പോഴും ബ്രിട്ടനിൽ അതിന്റെ ആഫ്റ്റർ മാത്തിൽ നിന്നും റിക്കവർ ചെയ്യപ്പെട്ടിട്ടില്ല. അത് ഒരു പരിധി വരെ ബ്രിട്ടൻ അതിനെ കൺസർവേറ്റീവ്സ്, ഡൊമിനിക് റാവ് ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ, അതുപോലെ എനിക്കിപ്പോഴും ഓർമ്മ വരുന്നത് ഡെപ്യൂട്ടി പ്രൈം ഡൊമിനിക് റാവിന്റെ ഒരു 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 ഹൗസിലെ പ്രസംഗമാണ്. വി ഹാവ് ടു അട്രാക്ട് ഇൻവെസ്റ്റ്മെന്റ് ഫ്രം എവറി കോർണർ. അതായത് എന്ത് വില കൊടുത്തും ഇൻവെസ്റ്റ്മെന്റ് നമുക്ക് കൊണ്ടുവരണം, ഇല്ലെങ്കിൽ നമ്മളുടെ ഇവിടുത്തെ സിറ്റുവേഷൻ വളരെ അപകടകരമായ അവസ്ഥയിലേക്ക് എന്നാണ് ഡൊമിനിക് റാവ് അന്ന് പറഞ്ഞത്. അതിന്റെ ഭാഗമായിട്ടാണ് ഈ ബ്രിട്ടനിലേക്ക് ഈ വിദ്യാർത്ഥികളുടെ കുടിയേറ്റം പെട്ടെന്ന് ഒരു ഓപ്പൺ ചെയ്തത്. ഹ്യൂജ് എമൗണ്ട് നമ്മുടെ നാട്ടിലുള്ള സകല മുറുകാങ്കടക്കാരന്റെ മകൻ പോലും മുറുകാങ്കട പണയം വെച്ച് ലോൺ എടുത്ത് ഇവിടെ വന്നു. ആ പൈസ ഇതിലേക്ക് പമ്പായി വന്നു. ആ ഒരു ലക്ഷറി എന്നാണ് നമുക്കില്ല, ബ്രിട്ടൻ ഈ കേരളത്തിലില്ല. ഇത് വളരെ ഗുരുതരമായ ഒരു അവസ്ഥയാണ്. അതായത് ഇതിനെ അഡ്രസ് ചെയ്യുന്നത് എങ്ങനെയാന്നുള്ളതാണ് ചോദ്യം. ഇതിനെ അഡ്രസ് ചെയ്യണമെങ്കിൽ ഇപ്പം കേരളത്തിൽ പണം ഇല്ലല്ലോ, ഇൻവെസ്റ്റ്മെന്റ് അട്രാക്ട് ചെയ്യാൻ പറ്റില്ലല്ലോ. ഇൻവെസ്റ്റ്മെന്റ് എങ്ങനെ അട്രാക്ട് ചെയ്യും? ഇൻവെസ്റ്റ്മെന്റ് അട്രാക്ട് ചെയ്യാൻ നമ്മുടെ സംസ്ഥാനം ഇൻവെസ്റ്റ്മെന്റ് അട്രാക്ട് ചെയ്യപ്പെടാൻ തക്ക ഒരു ജിയോ പൊളിറ്റിക്കൽ സോഷ്യോ എക്കണോമിക്കൽ സിറ്റുവേഷനിലാണോ? അല്ല. അതിന്റെ കാരണം ഞാൻ കുറച്ചു മുമ്പ് ഇപ്പൊ ഒരു ക്ലിപ്പ് കാണുകയായിരുന്നു. സതീശൻ തന്നെ പറയുന്ന ചില ഗുരുതരമായ പ്രശ്നങ്ങളുണ്ട്. അതായത് നമ്മുടെ സംസ്ഥാനത്തെ ഡ്രഗിന്റെ കൺസംഷൻ, ഡ്രഗ് യൂസ്, അഡിക്റ്റഡ് ആയിട്ടുള്ള പിള്ളേര്, ഹെൽത്ത് കെയറിന്റെ പ്രശ്നം. പിന്നെ ഞാനിപ്പോ ഉദാഹരണമായിട്ട് വിദേശത്ത് ഞാനൊരു ഒരു വിദേശിയാണ്, പൈസയുള്ള ഒരു വിദേശിയാണെന്ന് വെച്ചു. ഞാൻ കേരളത്തിൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യണമെങ്കിൽ അത് ഇൻഡസ്ട്രിയിലാട്ടെ, സ്മോൾ സ്കെയിൽ ബിസിനസ്സിലാട്ടെ, അല്ലെങ്കിൽ അഗ്രികൾച്ചറൽ പ്രൊഡക്റ്റിലാവട്ടെ, അല്ലെങ്കിൽ നമ്മുടെ കാർഷിക മേഖലയിലാവട്ടെ, ഞാൻ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ ഞാൻ കൃത്യമായും അസസ് ചെയ്യുന്ന വസ്തുതകളുണ്ട്. അവിടുത്തെ ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷൻ എങ്ങനെയാണ്, അവിടുത്തെ പോലീസിങ് എങ്ങനെയാണ്, അവിടെ ഒരു ഡിസ്പ്യൂട്ട് ഉണ്ടായാൽ, എംപ്ലോയർ ഡിസ്പ്യൂട്ട് ഉണ്ടായാൽ ഇതെങ്ങനെ സെറ്റിൽ ചെയ്യപ്പെടും, ഇത് എത്ര കാലം കൊണ്ട് സെറ്റിൽ ചെയ്യപ്പെടും. ഞാൻ ഡെപ്യൂട്ടി മേയർ ആയിരുന്നപ്പോഴാണ് കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലെ ഒരു ചൈനീസ് സ്റ്റുഡൻസിന്റെ ഒരു കോൺക്ലേവ് ഉദ്ഘാടനം ചെയ്തു. അപ്പൊ അതിന് അവിടെ ചൈനയിൽ ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിട്ടുള്ള ഈ യൂറോപ്യൻ കൺട്രിയിൽ നിന്നുള്ള പല ഇൻവെസ്റ്റ്മെന്റ് കമ്പനികളുടെ സിഇഒമാരുണ്ടായിരുന്നു. അപ്പൊ ഞാൻ അവരൊക്കെ ആയിട്ട് ഈ ലഞ്ച് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവരൊക്കെ ആയിട്ട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞ ഒരു കാര്യം,
ഈ എംപ്ലോയറെ സംബന്ധിച്ചിടത്തോളം ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ വരുന്ന ആളെ സംബന്ധിച്ചിടത്തോളം ഇൻവെസ്റ്റ് ചെയ്യാൻ വരുന്ന ആള് ആദ്യം ചിന്തിക്കുന്നത് ഇഫ് ദ ഹൗ അവരുടെ എമൗണ്ട് എത്ര കണ്ട് അവരുടെ പൈസ എത്ര സേഫ് ആണെന്നുള്ളതാണ്. അവിടെ ഒരു ബിസിനസ് എങ്ങനെ സേഫ് ആണെന്നുള്ളതാണ്. അവിടെ ഒരു ഡിസ്പ്യൂട്ട് ഉണ്ടായാൽ എത്ര പെട്ടെന്ന് ഈ ഡിസ്പ്യൂട്ട് സെറ്റിൽ ചെയ്ത് അവർക്ക് മൂവ് ഓൺ വിത്ത്, അല്ലെങ്കിൽ ഇതിൽ ഡ്രാഗ് ചെയ്ത് എങ്ങനെയാണ് കാര്യങ്ങൾ കിടക്കുന്നത്, നമുക്ക് ഇതിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാം. അതിനുള്ള സിസ്റ്റം, എഫക്റ്റീവ് സിസ്റ്റം ഉണ്ടോ എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടത്. ഞാൻ പറയാം, ഇന്ത്യയിൽ, കേരളത്തിൽ ഒരു എംപ്ലോയർ ഡിസ്പ്യൂട്ട് ഉണ്ടായാൽ ഇതെന്ന് തീരുമെന്നുള്ളത് ഒരുപക്ഷെ കർത്താവ് ശോഭിശായിക്ക് പോലും കൃത്യമായിട്ട് അറിയാവുന്നതൊക്കെ എനിക്ക് സംശയമുണ്ട്. വർഷങ്ങളോളം ഇവിടെ ഉണ്ടല്ലോ, ഇവിടേക്ക് ഇപ്പൊ ഞാനിപ്പോ എംപ്ലോയ്മെന്റ് പ്രാക്ടീസ്, അതായത് ഇവിടെയൊക്കെ 3-4 മാസം കൊണ്ട് ഈ കാര്യത്തിൽ തീരുമാനമാകും. കോടതിക്ക് കോർട്ട് ഓർഡർ ആണോ, അല്ല സെറ്റിൽമെന്റ് സെറ്റിൽമെന്റ്, സ്പീഡി ഡെലിവറിയാണ് നടക്കുന്നത് ഈ ഡിസ്പ്യൂട്ട് റെസൊല്യൂഷൻ. അതില്ലാതെ കേരളത്തിലേക്ക് ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടാവില്ല. പിന്നെ പോലീസിങ്, ആർക്കാണ് പോലീസിനെ പേടി? ലോക്കൽ നേതാക്കന്മാരെ കയ്യിലെടുക്കാതെ, അല്ലെ അവർക്ക് വേണ്ട സാധനം പമ്പ് ചെയ്ത് കൊടുക്കാതെ പോലീസിന് കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. അതിലൊരു ഡിസൈസീവ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ പ്രോസസ്സിൽ ഇപ്പൊ ലോക്കൽ പോലീസുകാരനും ഇപ്പം പഞ്ചായത്ത് പ്രസിഡന്റ് പറയുമ്പോഴത്തേക്കും കേൾക്കുന്ന നമ്മുടെ MP SHO ആണെങ്കിൽ, ആ MLA പറയുമ്പം അതിന് മേളിൽ പറയുന്ന പോലീസ് ഓഫീസേഴ്സ് ഉണ്ട്. അതല്ലാതെ ഇത് കൃത്യമായി പൊളിറ്റിക്കൽ ഇന്റർവെൻഷൻ ഇല്ലാതെ അവിടുത്തെ ഡിസ്പ്യൂട്ട് റെസൊല്യൂട്ട് ചെയ്യപ്പെടാൻ പറ്റണം. അതല്ലാതെ അട്രാക്ട് ചെയ്യാൻ പറ്റില്ല ബിസിനസ് ഇൻവെസ്റ്റ്മെന്റ് ഇന്ത്യയിലേക്ക്, കേരളത്തിലേക്ക്. ഇപ്പം ഇതിനകത്ത് വേറൊരു പ്രശ്നമുള്ളതെന്ന് അറിയോ? ഇത് ഈ ധവളപത്രം പുറത്തു വന്നോടെ ഒരു പക്ഷെ ജനങ്ങളുടെ ഹോപ്പ് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. ഇത് എന്ന് നേരെയാകും, ഉള്ള നേരത്ത് വണ്ടി കയറി പോയേക്കാം എന്ന് ചിന്തിക്കുന്ന ഒരു വിഭാഗം യൂത്ത് കാണും. കാരണം ഇത് ചെറിയ എമൗണ്ട് ഒന്നും അല്ലത്. ഇതെന്ന് സെറ്റില. അതായത് CPM-നെ ഇനി കുറ്റം പറയുന്ന ഒരു കഥയില്ല. ഗെയിം ഈസ് ഓവർ. അവർക്ക് യാതൊരു, അതുകൊണ്ടാണല്ലോ ജനങ്ങൾ കോൺഗ്രസിനെ തെരഞ്ഞെടുത്തത്. പിന്നെ ഇപ്പൊ അവർ പറയുന്നത് ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് ആണ്. സതീശൻ, ഞാൻ ന്യൂസിൽ വായിച്ചപ്പോഴത്തേക്കും അത് പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് അല്ല, ഞാൻ പറയുന്നത് പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് തന്നെയാണ്. അതായത് ഇറ്റ് ഈസ് എ പൊളിറ്റിക്കൽ മെസ്സേജ്. ഞങ്ങളുടെ പാർട്ടി വന്നിരിക്കുന്നത് ഒരു സോഷ്യലിസ്റ്റ് ഇടതുപക്ഷ മാനിഫെസ്റ്റോയിലാണ് വന്നിരിക്കുന്നത്. ആ മാനിഫെസ്റ്റോയെ ബാക്കപ്പ് ചെയ്യാനുള്ള ഞങ്ങളുടെ പൊളിറ്റിക്കൽ സ്റ്റാൻഡാണ്. ഞങ്ങളുടെ സ്റ്റാൻഡ് അതാണ്, ഞങ്ങളുടെ നിലപാടുകൾ അങ്ങനെയാണ്, ഞങ്ങളുടെ നിലപാട് അത് തന്നെ ആയിരിക്കും എന്ന് പറയുമായിരുന്നു. ഇത് അല്ലാന്ന് പറഞ്ഞ എന്ത് പറയുന്ന ആരെഴുതുന്നു ആരെഴുതുന്നില്ല എന്നുള്ളതല്ല വിഷയം. യു അസസ് ദ മെറിറ്റ്. ആ ഡോക്യുമെന്റിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ എങ്കിൽ അത് പറ. അപ്പൊ അത് അക്സെപ്റ്റ് ചെയ്യാതെ അതിൽ കുറ്റം പറഞ്ഞുകൊണ്ട് നടക്കുന്ന പ്രതിപക്ഷത്തിന് നമുക്ക് ഐ ഡോണ്ട് വാണ്ട് ടു വേസ്റ്റ് മൈ ടൈം ആൻഡ് എനർജി ഓൺ ദാറ്റ്. അപ്പൊ നമ്മൾ ഇതിൽ ചെയ്യാനുള്ള ഇത്രയേ ഉള്ളൂ. ഡ്രഗിന്റെ ഇഷ്യൂ, ഈ ഡ്രഗിന്റെ ഇഷ്യൂ ഒരു ദിവസം കൊണ്ടോ, ഒരു മാസം കൊണ്ടോ, ഒരു വർഷം കൊണ്ടോ, 2 വർഷം കൊണ്ടോ തീരാൻ പോകുന്ന വിഷയമല്ല ഇത്. ഈ പ്രശ്നത്തിന് കൃത്യമായ റിസോഴ്സസ് ഉണ്ടാവണം. ഈ അറിയാലോ, ഞാൻ ഈ ചെയ്യുന്ന ഏതാണ്ട് ഒരു 50-60% കേസുകൾ ഈ ഡ്രഗ് റിലേറ്റഡ് കേസുകൾ ഞാനിവിടെ ചെയ്യുന്നു. അപ്പോ ഇതിൽ നമ്മൾ അതിന് കൃത്യമായ റിസോഴ്സസ് വേണം. ഇവിടെ ഡ്രഗ് കഴിക്കുന്നവന് അഡ്വൈസ് കൊടുത്തിട്ട് ഒരു കാര്യമില്ല. അവന് മെഡിക്കൽ ട്രീറ്റ്മെന്റ് കൊടുക്കണം. അതിനുള്ള റിസോഴ്സസ് നമുക്കുണ്ടോ? ഇല്ല. പോലീസുകാർക്ക് അതിനുള്ള, ഇതിന് പോലീസുകാരെ കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. കാരണം പോലീസുകാർക്ക് ഇതിനെപ്പറ്റി കൃത്യമായ ധാരണയില്ല. ഇത് പോലീസ് ഹാൻഡിൽ ചെയ്യുന്ന ഒരു വിഷയം അല്ല ഡ്രഗ് ഇഷ്യൂ. അവരെ അറസ്റ്റ് ചെയ്യുക, പ്രോസിക്യൂട്ട് ചെയ്യുക, ദാറ്റ്സ് ഇറ്റ്. ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടത് അവര് മെഡിക്കൽ ട്രീറ്റ്മെന്റ് കൊടുക്കുകയും. ഇപ്പൊ ഇവിടെയൊക്കെ ഞാനൊരു 10 വർഷം മുമ്പ് ഞാൻ സ്റ്റേഷനിൽ കണ്ട ഒരാള് ഇവിടെ ഒരു ജിമ്മ് നടത്തുന്നുണ്ട്. 10 വർഷം മുമ്പ് ഡ്രഗ് അഡിക്റ്റ് ആയി സ്റ്റേഷനിൽ വന്ന ആളാണ്. ഞാനാണ് അവർക്ക് ജാമ്യം എടുത്തു കൊടുത്തത്. ഞാൻ ഡെപ്യൂട്ടി മേയർ ആയിരുന്നപ്പോഴത്തേക്ക് ഞാനൊരു ഇവന്റ് ഉദ്ഘാടനം ഞാൻ പോയപ്പോഴത്തേക്ക് അവർ അവിടെ നിൽക്കുന്നു. അപ്പൊ ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങൾ എന്താ ഇവിടെ നിൽക്കുന്നത്? അവർ ആ ജിമ്മിന്റെ മാനേജറാണ്. അതിൽ നിന്നും ട്രീറ്റ്മെന്റ് കൊടുത്ത് ഈ സിസ്റ്റം അവരെ ലൈഫിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു. അതെ, അത് ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തമായി കണ്ടത് ചെയ്തു തീർത്തതാണ്. അതിനുള്ള റിസോഴ്സസ് ഉണ്ടായിരുന്നു, അതിനുള്ള ഫണ്ടിങ് ഉണ്ടായിരുന്നു. അത് അഡ്രസ് ചെയ്തുകൊണ്ട് മാത്രമാണ് ഇത് സംഭവിച്ചത്.
അല്ലാതെ നമ്മൾ കുറെ കവലപ്രസംഗം നടത്തിയിട്ടോ സ്കൂളിൽ നമ്മൾ നമ്മളൊരു യാത്ര നടത്തിയായിരുന്നല്ലോ, ലഹരിക്കെതിരെ യാത്ര. എന്റെ പൊന്നു സുഹൃത്തെ, ഇത് അഡിക്ഷനാണ്, ഇതൊരു മെഡിക്കൽ പ്രോബ്ലമാണ്. അപ്പോൾ ആ മെഡിക്കൽ പ്രോബ്ലത്തെ അഡ്രസ് ചെയ്യേണ്ടത് കൃത്യമായ മെഡിസിൻ, കൃത്യമായ റിസോഴ്സസ് കൊടുത്തുകൊണ്ടാണ്. അതില്ലാതെ ഈ പ്രശ്നം അഡ്രസ് ചെയ്യാൻ പറ്റത്തില്ല. ഇത്രയും ഗുരുതരമായ പ്രശ്നങ്ങൾ നിൽക്കുമ്പോൾ, ഈ പ്രശ്നം ഇത്രയും ഗുരുതരമായ കടം നിൽക്കുമ്പോൾ ഈ പ്രശ്നങ്ങൾ എങ്ങനെ അഡ്രസ് ചെയ്യപ്പെടും? ഈ പ്രശ്നങ്ങൾ അഡ്രസ് ചെയ്യപ്പെടാതെ ഒരു കാരണവശാലും ഇൻവെസ്റ്റ്മെന്റ് അട്രാക്ട് ചെയ്യാൻ പറ്റില്ല. അട്രാക്ട് ചെയ്താൽ അതും ഇതൊക്കെ വരുമായിരിക്കും. ഒരു ഡിസൈസീവായ, അതായത് നമുക്ക് ഒരു നിർണായകമായ ഒരു മാറ്റം ഉണ്ടാവില്ല. അത് ഉണ്ടാവണമെങ്കിൽ നമ്മളാദ്യം ഇപ്പൊ നമ്മൾ കണ്ടം വിതയ്ക്കാൻ പോകുമ്പോൾ, കൃഷി ചെയ്യാൻ പോകുമ്പോഴത്തേക്കും ആദ്യം അവിടെ കിടക്കുന്ന ചപ്പും കളയെല്ലാം വെട്ടി മാറ്റിയിട്ട് പാടം നമ്മൾ റെഡിയാക്കൂലേ എന്ന് പറഞ്ഞതുപോലെ ഇൻവെസ്റ്റ്മെന്റ് ആണ് നമുക്ക് അട്രാക്ട് ചെയ്യുന്നതെങ്കിൽ നമ്മൾ അതിനുള്ള ഗ്രൗണ്ട് റെഡിയാക്കണം ആദ്യം തന്നെ. നമ്പർ 1, കൃത്യമായ ഈ ഡ്രഗ് വിഷയം അഡ്രസ് ചെയ്യാനായിട്ടുള്ള കൃത്യമായ റിസോഴ്സസ് ഉണ്ടാക്കുക. റിസോഴ്സസ് ഉണ്ടാക്കുക. പോലീസിംഗിൽ കൃത്യമായ ജനങ്ങൾക്ക് കോൺഫിഡൻസ്, അതായത് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ വരുന്ന ആളുകൾക്ക് കോൺഫിഡൻസ് ഉണ്ടാകുന്ന രീതിയിലുള്ള ഒരു നിയമ സിസ്റ്റം ക്രിയേറ്റ് ചെയ്യുക, പോലീസിംഗ് ക്രിയേറ്റ് ചെയ്യുക. എംപ്ലോയ്മെന്റിലോ ഡിസ്പ്യൂട്ട് ഉണ്ടായി കഴിഞ്ഞാൽ അത് എത്ര പെട്ടെന്ന് സെറ്റ് ചെയ്യാൻ പറ്റും, എത്ര കൃത്യമായി അഫക്ട് ചെയ്യാൻ പറ്റും, എത്ര കൃത്യമായി സെറ്റിൽ ചെയ്യാൻ പറ്റുന്ന ആ ഗ്രൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. അത് ക്രിയേറ്റ് ചെയ്യാതെ എന്ത് വെച്ചിട്ടും നമ്മൾ കതിരെ കൊണ്ട് വളം വെക്കുക എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറും. ഇത് വലിയ അപകടകരമായ അവസ്ഥയായിട്ടാണ് ഞാൻ കാണുന്നത്. അതെ, അപ്പോൾ കേരളത്തിന്റെ സാഹചര്യം ഇപ്പോൾ ഏറെക്കുറെ എല്ലാവർക്കും വ്യക്തമായി. എന്നാൽ ഇതിൽ നിന്ന് എങ്ങനെ മറികടക്കുക എന്നുള്ളത് വലിയൊരു മല തന്നെയാണ്. അത് മറികടക്കുക എന്നുള്ളത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഈ ചെറിയ ചെറിയ കാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്തിക്കൊണ്ട് ഉറപ്പായിട്ടും വി ഡി സതീശൻ സർക്കാർ ഇതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ ആയിരിക്കും ഇത്തരത്തിൽ ധവളപത്രം പുറത്തിറക്കിയത് എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. എന്തായാലും ചർച്ചയിൽ പങ്കെടുത്തതിന് നന്ദി. താങ്ക് യു.